ദി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ജനാധിപത്യം വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. അതിലേറ്റവും പ്രധാന വെല്ലുവിളി ആർഷഭാരത സംസ്കാരത്തിൻ്റെ വക്താക്കളിൽ നിന്നാണെന്ന് പറയുന്നു ചിന്തകനും പ്രഭാഷകനുമായ ഡോക്ടർ ടി.എസ്. ശ്യാംകുമാർ. എങ്ങനെയാണ് ആർഷഭാരത സംസ്കാരം ജനാധിപത്യ വിരുദ്ധമാകുന്നത് എന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. ഏവർക്കും സ്വാഗതം. ഇന്ത്യയുടെ പ്രാചീന സംസ്കാരം എന്നത് ആർഷമായ ഒരു സംസ്കാര പാരമ്പര്യമാണെന്നും ആ സംസ്കാര പാരമ്പര്യമാണ് ഇന്ത്യയെ നയിക്കേണ്ടതെന്നും ഇന്ത്യയുടെ ആത്മാവും പരമാത്മാവും ജീവാത്മാവും എല്ലാം ഈ ആർഷഭാരത സംസ്കാരമാണെന്നും ഉള്ള വാദങ്ങൾക്ക് മുൻപത്തെ അപേക്ഷിച്ച് വളരെയധികം ബലം കൂടിയിട്ടുണ്ട്. മുൻപ് ഇത്തരം വാദങ്ങൾ മറ്റു പല തലങ്ങളിലും മറ്റു പല വിധാനങ്ങളിലുമാണ് നിലനിന്നിരുന്നതെങ്കിൽ ഇന്ന് ഇത്തരം വാദങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യത്തെ തന്നെ സമ്പൂർണ്ണമായി അട്ടിമറിക്കുന്ന രീതിയിൽ നിലനിൽക്കുന്നു. അത്തരം വ്യവഹാരങ്ങൾ പടർന്നു കയറുന്നു എന്നുള്ളതാണ് ആർഷ സംസ്കാരം എന്താണ് എന്നും അത് ഇന്ത്യൻ ജനാധിപത്യത്തെ ഏത് നിലയ്ക്കാണ് അത് ആർഷ സംസ്കാരം ജനാധിപത്യത്തോട് ഇടപെടുന്നത് എന്നും ഏതൊക്കെ നിലയ്ക്കാണ് ഈ ജനാധിപത്യ ചിന്തകളെ ജനാധിപത്യ സംസ്കാരത്തെ ഇത് മാറ്റിമറിക്കുന്നത് എന്നും ഈ ഒരു സാഹചര്യത്തിലാണ് നാം പരിശോധിക്കേണ്ടത്. പ്രത്യേകിച്ച് സമകാലിക ഇന്ത്യയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് ആർഷഭാരത സംസ്കാരത്തിൻ്റെ പതാകവാഹകരെന്ന് സ്വയം വിശ്വസിക്കുകയും ആ സംസ്കാരത്തെ ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്നവരുമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് എന്നുള്ളതാണ് ഈ സംസ്കാരം എന്താണ് എന്ന് പരിശോധിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. സഹോദരൻ അയ്യപ്പൻ പറയുന്നൊരു കാര്യമുണ്ട്, ബ്രാഹ്മണ്യത്തിൽ വിശ്വസിക്കുന്നവർ ഞങ്ങളെ ഭരിക്കാൻ പാടില്ല. അവർക്കങ്ങനെ വിശ്വസിക്കാം, പക്ഷേ അങ്ങനെ വിശ്വാസമുള്ളവർ നമ്മളെ ഭരിക്കാൻ പാടില്ല. അതാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ആർഷ സംസ്കാരത്തിലെ ആളുകൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ അത്തരം വിശ്വാസമുള്ളവർ ഇന്ത്യയുടെ ജനാധിപത്യത്തെ നിയന്ത്രിക്കാനും ഭരണകൂട അധികാര ശക്തികളായും അത്തരം വിശ്വാസധാരയിലുള്ളവർ മാറാൻ പാടില്ല എന്നുള്ളതാണ് ജനാധിപത്യ വിശ്വാസികൾ ആവശ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. ഈ ആർഷം എന്നതുകൊണ്ട് ഋഷി സംബന്ധിയായത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ആർഷം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആർഷ സംസ്കാരം എന്നാൽ അത് ഋഷി പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായൊരു സംസ്കാരമാണെന്ന് വരുന്നു. അപ്പം എന്തായിരുന്നു ഋഷി പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായൊരു സംസ്കാരം? അത് നമ്മൾ വേദങ്ങളിലേക്ക് തന്നെ നോക്കിയാൽ ഋഗ്വേദത്തിൽ യമയമീ സംവാദം എന്ന് പറയുന്നൊരു സംവാദമുണ്ട്. ആ സംവാദം വള്ളത്തോൾ നാരായണ മേനോൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: നീലവിശാലമാം വൻകടലിൽ ഏകാന്തമാമി മണൽത്തുരുത്തിൽ ആമോദം ഉൾക്കാമ്പിലേറ്റമേകും കാമലീലോത്സവം ആസ്വദിക്കാൻ എൻ പ്രിയ സഹോദരനാകും നിന്നെ വൻവഴുമീ ഞാൻ ക്ഷണിച്ചിടുന്നു. അപ്പോൾ സഹോദരനായ യമനെ സഹോദരിയായ യമി കാമസമ്പൂരണത്തിനായിട്ട് വിളിക്കുന്ന രംഗമാണ് യമയമി സംവാദത്തിൽ ഈ വരികളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതാണ് ആർഷഭാരത സംസ്കാരം. ഈ ആർഷഭാരത സംസ്കാരം ആധുനിക കാലത്ത് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ സഹോദരന്മാർക്കിടയിലുള്ള ഭ്രാതാക്കൾക്കിടയിലുള്ള ബന്ധത്തെ ഈ ആർഷഭാരത സംസ്കാരം വെച്ച് നമ്മൾ അങ്ങനെ പരിശോധിക്കും. ആ ബന്ധം ആധുനിക കാലത്തേക്ക് തിരിച്ചു വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ദയാനന്ദ സരസ്വതി പറഞ്ഞോ, വേദങ്ങളിലേക്ക് മടങ്ങും. അപ്പോൾ യമയമി സംവാദത്തിൽ പറയുന്ന ഒരു ബന്ധത്തിലേക്കാണ് ഇന്ത്യൻ സമൂഹം മടങ്ങാൻ പോകുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഋഷിമാർ എഴുതിയതാണ് വേദങ്ങൾ എന്ന് പറയപ്പെടുന്നു. ഋഷയഃ മന്ത്രദ്രഷ്ടാരഃ, മന്ത്രങ്ങൾ ദർശിച്ചവരാണ് ഋഷികൾ. മന്ത്രങ്ങൾ എഴുതുകയായിരുന്നില്ല, മന്ത്രങ്ങൾ ദർശിക്കുകയായിരുന്നു. അപ്പം ഈ മന്ത്രദർശനത്തിൻ്റെ ഒരു സങ്കല്പം അനുസരിച്ച് പരിശോധിച്ചാൽ ഋഗ്വേദത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സൂക്തമുണ്ട്. അത് ഋഗ്വേദത്തിലെ 10ാം മണ്ഡലത്തിലെ സൂക്തമാണ് പുരുഷസൂക്തം. ആ പുരുഷസൂക്തത്തിൽ പറയും: ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃതഃ ഊരു തദസ്യ വൈശ്യഃ പദ്ഭ്യാം ശൂദ്രോ അജായത. അപ്പോൾ വിരാട് പുരുഷൻ എന്ന് പറയുന്ന ഒരു വലിയ ബ്രഹ്മാണ്ഡ പുരുഷൻ, ആ വിരാട് പുരുഷൻ്റെ മുഖത്ത് നിന്നും ബ്രാഹ്മണറുണ്ടായി. ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത, ബാഹുക്കളിൽ നിന്ന് രാജന്യനുണ്ടായി, ക്ഷത്രിയരുണ്ടായി. ഊരു തദസ്യ വൈശ്യ, ഊരുക്കളിൽ നിന്ന് തുടകളിൽ നിന്ന് വൈശ്യരുണ്ടായി. പദ്ഭ്യാം ശൂദ്രോ അജായത, പാദങ്ങളിൽ നിന്ന് ആരുണ്ടായി? ശൂദ്രന്മാരുണ്ടായി.
ഇങ്ങനെയാണ് ഇന്ത്യയിലെ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞ ശ്രേണീകൃത അസമത്വത്തിൻ്റെ ഒരു ഉൽപ്പത്തി രൂപമായി എന്ത് മാറി നിൽക്കുന്നു? ഈ വിരാട് പുരുഷൻ്റെ ഉൽപ്പത്തി രൂപം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഭാഗവത പുരാണത്തിലും ഈ വർണ്ണക്രമത്തെപ്പറ്റി പറയുന്നുണ്ട്. ഭാഗവത പുരാണം എഴുതിയത് ആരാണെന്നാണ് പറയുന്നത്? വ്യാസൻ എഴുതിയതാണെന്നാണ് പറയുന്നത്. ഈ വ്യാസനെ കീഴാളനാക്കിയാണ് വെച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ചാൽ അറിയാം വ്യാസൻ ഒരു കീഴാളനല്ല, അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു എന്ന് പുരാണങ്ങൾ തന്നെ തെളിയിക്കുന്നു. വ്യാസൻ്റെ അച്ഛൻ പരാശരൻ ഒരു ബ്രാഹ്മണനാണ്. അതുപോലെ സത്യവതി മുക്കുവത്തിയാണെന്ന് പറയുന്നു. പക്ഷേ പുരാണങ്ങൾ പരിശോധിക്കുമ്പോൾ അറിയാം സത്യവതിയുടെ അമ്മയായ ഒരു മത്സ്യം, ആ അപ്സരസായിരുന്ന മത്സ്യത്തിൽ നിന്നാണ് സത്യവതി ഉണ്ടായത്. അപ്സര സ്ത്രീക്ക് പരാശരൻ എന്ന് പറയുന്ന ബ്രാഹ്മണ പുരുഷന് അപ്സര സ്ത്രീയായ ഒരു മത്സ്യകന്യകയിൽ ഉണ്ടായ സത്യവതി എങ്ങനെയാണ് മുക്കുവത്തിയാകുന്നത്? അപ്പോൾ ഇങ്ങനെ പ്രശ്നമുണ്ട് തന്നെ. ഈ ഒരു പ്രശ്നം നമ്മൾ ഉന്നയിക്കുമ്പോൾ ചില എതിർവാദികൾ പറയുന്നത് അപ്സരസ് മത്സ്യമായതോടുകൂടി മറ്റൊരു ജന്മമായി, മറ്റൊരു യോനിയാണ്, മത്സ്യയോനിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കീഴാള സ്ത്രീ തന്നെ, കീഴാളനാണ് വ്യാസൻ എന്ന് ആരോപിക്കാറുണ്ട്. പക്ഷേ ഇവിടെ പരിശോധിക്കേണ്ട ഒരു വാദം, ശാപം കിട്ടിയാണ് അപ്സരസായിട്ട് മാറുന്നത്. അതൊരു താൽക്കാലികമായ അവസ്ഥ. ശാപത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യൻ മിത്തോളജിയിൽ ശാപങ്ങളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അറിയാം, ശാപത്തിലൂടെ കിട്ടുന്നൊരു താൽക്കാലികമായ അവസ്ഥയാണ്. അപ്പോൾ ശാശ്വതമായ ഒരു അവസ്ഥയല്ല, പുനർജന്മമോ മാറ്റമോ ഒന്നുമല്ല. പുനർജന്മമാണെങ്കിൽ ഈ വാദത്തിന് പ്രസക്തിയുണ്ട്, ഇത് മറ്റൊരു ജന്മമാണ്, മറ്റൊരാളാണെന്നൊക്കെ പറയാം. പക്ഷേ ശാപം തെളിയിക്കുന്ന എന്താണ്? അതൊരു താൽക്കാലികമായ അവസ്ഥയാണെന്ന്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വ്യാസനൊരു ബ്രാഹ്മണനാണ് എന്ന് വളരെ കൃത്യമായി തെളിഞ്ഞു കഴിഞ്ഞു. നാടോടി കഥകളിലും മറ്റും വ്യാസൻ കീഴാളനാണെന്ന് പറയുന്നുണ്ടെങ്കിലും ബ്രാഹ്മണ പാഠങ്ങളിലൊന്നും തന്നെ, സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട പാഠങ്ങളിലൊന്നും തന്നെ വ്യാസൻ ഒരു കീഴാളനാണെന്ന് കാണുന്നില്ല എന്ന് മാത്രമല്ല ബ്രാഹ്മണനാണെന്ന് ഉറപ്പിക്കുന്ന ധാരാളം തെളിവ് രൂപം നമുക്ക് കിട്ടാനുണ്ട്. അത് ആനുഷംഗികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ വ്യാസൻ എഴുതി എന്ന് പറയുന്ന ഭാഗവത പുരാണത്തിലും പറയുന്നത് വിരാട് പുരുഷൻ്റെ ഉത്തമാംഗമായതിനാൽ ഉത്തമാംഗമായ മുഖത്തു നിന്നുണ്ടാകുന്ന ബ്രാഹ്മണൻ ഉത്തമനും അധമാംഗമായ പാദത്തിൽ നിന്നുണ്ടായ ശൂദ്രൻ അധമനാണ് എന്ന് ഭാഗവത പുരാണത്തിൽ യാതൊരു സംശയവുമില്ലാതെ വ്യക്തമാക്കുന്നു. ഇതുകൂടാതെ നമ്മൾ വ്യത്യസ്തങ്ങളായ പുരാണ ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം ഋഷിമാരെഴുതിയതാണെന്നാണ് പറയുന്നത്. ഈ കൃതികളെല്ലാം അതുപോലെ ഭാഗവത പുരാണം ഋഷിമാരെഴുതിയ, ഭാഗവത പുരാണം, മഹാഭാരതം തന്നെ വ്യാസൻ എഴുതിയതാണെന്നാണ് പറയപ്പെടുന്നത്. ഈ മഹാഭാരതത്തിലെ ഒരു രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ അർത്ഥത്തിൽ നോക്കുമ്പോൾ കുറച്ചും കൂടെ വിമർശനാത്മകമായിട്ട് നമ്മളതിനെ കാണേണ്ടി വരും. രസകരമെന്ന് പറയുന്ന വാക്ക് തന്നെ കോട്ടാൻകോട്ടിൽ പറയേണ്ടിയും വരും. അപ്പോൾ അന്ന് രാജാക്കന്മാർക്ക് പുത്രന്മാരും ഒക്കെ ഉണ്ടായില്ലെങ്കിൽ അന്നത്തെ രാജാക്കന്മാർ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബ്രാഹ്മണരുടെ ഋഷിവാടങ്ങളിലേക്ക് ഇവരെ കൊണ്ടുവന്നാക്കും. അപ്പോൾ അങ്ങനെ ആ നിയോഗം എന്നാണ് ആ സങ്കല്പത്തിൻ്റെ പേര്. രാജാവിന് മക്കളുണ്ടായില്ലെങ്കിൽ ഈ രാജാവ് തൻ്റെ പുരോഹിതനെ തൻ്റെ ഭാര്യയെ ഏൽപ്പിക്കും, അങ്ങനെ അവിടെ കഴിയും, അങ്ങനെ അവർക്ക് മക്കളുണ്ടാവും. ഇതിനെ നിയോഗം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ നിയോഗം ആധുനിക ജനാധിപത്യ സമൂഹത്തിൽ ഈ നിയോഗത്തെ എങ്ങനെ വായിക്കേണ്ടി വരും? അപ്പോൾ ഈ ആർഷ സംസ്കാരമാണ് തിരികെ വരുന്നതെങ്കിൽ ജനാധിപത്യത്തിൽ അതെങ്ങനെയാണ് നിൽക്കുക, ജനാധിപത്യ സമൂഹത്തിൽ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആർഷ സംസ്കാരം എന്നതുകൊണ്ട് രണ്ട് ധാരകളാണ് അത് പിൻപറ്റുന്നത്. ഒന്ന് ശ്രേണീകൃത അസമത്വ ജാതി വ്യവസ്ഥ. അപ്പോൾ ആർഷഭാരത സംസ്കാരം എന്ന് പറഞ്ഞാൽ അത് ശ്രേണീകൃത അസമത്വത്തെ ഉൾക്കൊള്ളുന്ന ജാതി വ്യവസ്ഥ, തനി ബ്രാഹ്മണ്യ വ്യവസ്ഥയാണ് ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത്. രണ്ട്, അത് പുരുഷാധിപത്യ ആൺകോയ്മ വ്യവസ്ഥയാണ് ഈ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തെളിഞ്ഞു കിട്ടുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. അടിസ്ഥാനപരമായി ആർഷഭാരത സംസ്കാരം എന്ന് പറഞ്ഞാൽ അത് സാഹോദര്യമോ സമത്വമോ സ്വാതന്ത്ര്യമോ വ്യവസ്ഥയോ സംസ്കാരമോ അല്ല എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി അത് ബ്രാഹ്മണ പുരുഷന് മേൽക്കോയ്മ നൽകുകയും ബാക്കിയുള്ളവരെല്ലാം കീഴൊതുക്കുകയും കീഴമർത്തുകയും ചെയ്യുന്നൊരു വ്യവസ്ഥാക്രമത്തെയാണ് ആർഷഭാരത സംസ്കാരം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ ജാതിഭാരതം എന്ന് പറയുന്നൊരു കവിത എഴുതുന്നുണ്ട്. ആ ജാതിഭാരതം എന്ന് പറയുന്ന കവിതയിൽ അയ്യപ്പൻ പറയുന്നത് ആർഷത്തിൻ ചവിട്ടേറ്റ് ഞെരിഞ്ഞുള്ള ജനാവലി, ആർഷത്തിൻ്റെ ചവിട്ടേറ്റ് ജനങ്ങൾ ഞെരിയുകയാണ് എന്നാണ് സഹോദരൻ അയ്യപ്പൻ പറയുന്നത്. ഈ ആർഷഭാരതത്തിൻ്റെ സംസ്കാരം തകർന്നേ കഴിയൂ എന്ന് അയ്യപ്പൻ പറയുകയും ലിക്വിഡേറ്റ് ഹിന്ദുയിസം, ഇപ്പം ഡോക്ടർ ബി ആർ അംബേദ്കറുടെ സഹചാരിയായിരുന്ന ഗെയ്ക്വാഡും സംഘവും ഒരിക്കൽ സഹോദരൻ അയ്യപ്പനെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ സഹോദരൻ അയ്യപ്പനോട് ചോദിച്ചു, ജാതി വ്യവസ്ഥ തകർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഏതാണ്? സഹോദരൻ യാതൊരു സംശയത്തിനും ഇടമില്ലാതെ പറഞ്ഞു, ലിക്വിഡേറ്റ് ഹിന്ദുയിസം, ഹിന്ദുയിസം തകരണം, ഹിന്ദുയിസത്തെ സമാപ്തീകരിക്കുക, എന്നാൽ മാത്രമേ ജാതി വ്യവസ്ഥയെ തകർക്കാൻ പറ്റത്തുള്ളൂ.
ജനാധിപത്യത്തിനെതിരായ ഒന്നാണ് ആർഷഭാരത സംസ്കാരമെന്നാണ് ഇതിൽ നിന്ന് തന്നെ തെളിയുന്നത്. കാരണം മഹർഷിമാർ എഴുതിയെന്ന് പറയുന്ന പുരാണങ്ങളിലെല്ലാം ജാതി വ്യവസ്ഥയെ സ്ഥാപിക്കാനുള്ള ആയിരക്കണക്കായ തെളിവ് രൂപങ്ങളും ഉദാഹരണങ്ങളും കഥകളുമാണ് അതിലെല്ലാം ഉള്ളത്, വേറൊന്നുമില്ല. ഭഗവത്ഗീത തന്നെ നോക്കൂ. ഭഗവത്ഗീതയിൽ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടമെന്ന് പറയുന്നു. മയാ സൃഷ്ടം, ചാതുർവർണ്ണ്യത്തെ സൃഷ്ടിച്ചത് ഞാനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ജാതി വ്യവസ്ഥയെ, ചാതുർവർണ്ണ്യത്തിൻ്റെ സൃഷ്ടിയെ തന്നെ ദൈവായത്തമാക്കി മാറ്റുക, അത് എല്ലാവരും അനുസരിക്കേണ്ടതാണെന്ന് പറയുന്നു. അതേ സമയത്ത് വേറൊരു വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ട് പറയും സർവഭൂത ഹിതേരഥാഹ, എല്ലാ ഭൂതങ്ങളെയും ഒരുപോലെ കാണുക എന്ന് പറയുന്ന ഒരു സഹജീവി സ്നേഹത്തിൻ്റെ അംശം ഭഗവത്ഗീതയിലുണ്ടെന്ന് പറയും. യഥാർത്ഥത്തിൽ ഭഗവത്ഗീതയ്ക്ക് ഈ ആശയം എവിടെ നിന്ന് കിട്ടി? അത് ബുദ്ധിസത്തിൽ നിന്നും മറ്റ് തദ്ദേശീയമായ ജനരൂപങ്ങളിലും ജനവ്യവഹാരങ്ങളിൽ നിന്നും ഭഗവത്ഗീത ഈ ആശയത്തെ സ്വാംശീകരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഭഗവത്ഗീതയിൽ ഒരിടത്തും ശൂദ്രന് ബ്രാഹ്മണൻ്റെ ജോലി ചെയ്യാമെന്ന് പറയുന്നുണ്ടോ? ഇല്ല. ശൂദ്രൻ്റെ കർമ്മം ചെയ്യേണ്ടവനാണ് എന്ന വാദഗതിയാണ്. അത് അടിമ ജോലിയാണെന്നും അത് ദ്വിജന്മാരെ സേവിക്കലാണെന്നും വൈശ്യന്മാരുടെ ജോലി കൃഷി ജോലിയാണെന്നും ബ്രാഹ്മണരുടെ ജോലി യജ്ഞം ചെയ്യലും ദാനം സ്വീകരിക്കലുമാണെന്നും വളരെ കൃത്യമായ പരാമർശങ്ങൾ ഭഗവത്ഗീതയിൽ കാണാം. അപ്പോൾ കാര്യം ഇങ്ങനെ ഇരിക്കെ ഭഗവത്ഗീത എല്ലാ മനുഷ്യരുടെയും ഹിതം സംരക്ഷിക്കുന്ന ഒന്നാണെന്ന് എങ്ങനെ നമുക്ക് കരുതാൻ പറ്റും? തന്നെയല്ല, സാക്ഷാൽ ഗാന്ധിയോട് സഹോദരൻ അയ്യപ്പൻ ചോദിക്കുന്നുണ്ട് കേരളത്തിൽ വന്ന സന്ദർഭത്തിൽ, യുവർ ശ്രീകൃഷ്ണ വാസ് എ റെഗുലർ മർഡറർ, നിങ്ങളുടെ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നോ എന്നാണ് സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ ഗാന്ധിയോട് ചോദിച്ചത്. ഗാന്ധി പറഞ്ഞ മറുപടി നോൺസെൻസ് എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത്. പിന്നീട് നടരാജഗുരുവുമായിട്ടുള്ള സംഭാഷണത്തിൽ നാരായണ ഗുരുസ്വാമികളും മറ്റൊരു വഴിയിലൂടെ ഈ ചോദ്യം നടരാജഗുരുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നടരാജഗുരുവിനോട് നാരായണ ഗുരുസ്വാമികൾ ചോദിച്ചത്, കൃഷ്ണന് എങ്ങനെ കഴിഞ്ഞു ഈ ആളുകളെ എല്ലാം കൊല്ലാൻ അർജുനനെ ഉപദേശിക്കാൻ കൃഷ്ണൻ എങ്ങനെ കഴിഞ്ഞോ എന്ന് നടരാജഗുരുവിനോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് നടരാജഗുരു മൗനം പൂണ്ടിരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഗുരുസ്വാമികൾ പറഞ്ഞു, കൃഷ്ണൻ പിന്നീട് പശ്ചാത്തപിച്ചിട്ടുണ്ടാവാം. ചുരുക്കം പറഞ്ഞാൽ ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം എന്നാണ് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു വെച്ചത്. ഇതാണ് ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത്. ഈ ആർഷഭാരത സംസ്കാരത്തിലേക്ക് നാരായണ ഗുരുവിനെ കൂടി ഉൾച്ചേർത്ത് നാരായണ ഗുരുവിനെ ഈ ആർഷഭാരതത്തിൻ്റെ ഋഷിപാരമ്പര്യത്തിൽ ഒരാളാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. നാരായണ ഗുരു ഈ ഋഷിപാരമ്പര്യത്തിലുള്ള ഒരാളേ അല്ല. അദ്ദേഹം ഋഷിയാണെന്ന് എവിടെങ്കിലും അവകാശപ്പെട്ടതില്ല. അദ്ദേഹം സ്വയം എഴുതിയത് എന്താണ്? നാരായണ ഗുരു എന്നാണ് സ്വയം എഴുതിയിട്ടുള്ളത്. സ്വയം അദ്ദേഹം ഋഷിയാണെന്നുള്ള അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. സ്വയം ഋഷിയാണെന്ന് പറഞ്ഞിട്ടില്ല. സ്വയം ഗുരു, നാരായണ ഗുരു എന്ന് മാത്രമേ അദ്ദേഹം എഴുതി ഒപ്പിട്ടിട്ടുള്ളൂ. കൂടാതെ അദ്ദേഹം ഒന്നാം ലോക മഹായുദ്ധ സന്ദർഭത്തിൽ സ്വന്തം ശിഷ്യനോട് പറഞ്ഞു, നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് എന്ന്. ഇത് പറയുന്നതിനൊരു ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യം എന്ന് വെച്ചാൽ അത് ആർഷഭാരത സംസ്കാരത്തിൻ്റെ സാഹചര്യമാണ്. കാരണം ആർഷഭാരത സംസ്കാരമാണ് നിലനിന്നിരുന്നതെങ്കിൽ തനിക്കൊരിക്കലും സന്യസിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ് നാരായണ ഗുരു പറഞ്ഞത്. കാരണം ആർഷഭാരതത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് ഒരു ശൂദ്രനോ താഴെയുള്ളവർക്ക് ആർക്കും സന്യസിക്കാൻ കഴിയില്ല. അതിന് ഉദാഹരണവും ഗുരു ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഗുരു പറയുന്നു, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു ശിഷ്യൻ, എന്തുകൊണ്ടാണ് അങ്ങേക്ക് ബ്രിട്ടീഷുകാരാണ് സന്യാസം നൽകിയതെന്ന് പറയാൻ കാരണം എന്താണ് എന്ന് ഗുരുസ്വാമികളോട് ശിഷ്യൻ ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞ മറുപടി, രാമാദികളുടെ കാലത്ത് ശൂദ്രാദികൾക്ക് സന്യസിപ്പാൻ പാടില്ലെന്നല്ലേ വിധി, ഹിന്ദുക്കൾ സ്മൃതികൾ നോക്കി ഭരിക്കുന്നവരല്ലായോ എന്ന് ഗുരു പറയുന്നുണ്ട്. ഹിന്ദുക്കൾ സ്മൃതികൾ നോക്കി ഭരിക്കുന്നവരല്ലായോ. തന്നെയല്ല 1925 CV കുഞ്ഞിരാമനുമായിട്ടുള്ള സംഭാഷണത്തിൽ മതത്തെ പല രീതിയിൽ അദ്ദേഹം തരംതിരിക്കുന്നുണ്ട്. അദ്വൈത മതം, വൈഷ്ണവ മതം, ശാക്തേയ മതം എന്നൊക്കെ പല മതങ്ങളായിട്ട് അദ്ദേഹം തിരിക്കുക മാത്രമല്ല, പിൽക്കാലത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകം കൂടിയുണ്ട്, നാം ജാതിമത ഭേദങ്ങൾ വിട്ടിട്ട് ഇപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം മതഭേദങ്ങളെയും അത്തരം മതബോധ്യങ്ങളെയും സമ്പൂർണ്ണം ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. തന്നെ ഹിന്ദുവായിട്ട് കരുതേണ്ടതില്ല എന്നൊരാശയമാണ് ഗുരുസ്വാമികൾ വളരെ കൃത്യമായി പറഞ്ഞു വെച്ചത്. അപ്പോൾ ആർഷഭാരതത്തിനെതിരായിരുന്നു അദ്ദേഹം. തന്നെയല്ല, നോക്കൂ, ആർഷഭാരത സംസ്കാരം അനുസരിച്ച് ഒരാൾക്ക് എങ്ങനെ ഒരു ക്രിസ്തുമതത്തിൻ്റെ ഒരു ദേവാലയം നിർമ്മിക്കാൻ പറ്റുമോ, ഒരു മുസ്ലിം പള്ളിയുടെ ദേവാലയം നിർമ്മിക്കാൻ പറ്റുമോ? പക്ഷേ ഗുരുവിനെ സംബന്ധിച്ച് അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, നാം മുസ്ലിങ്ങളുടെ കൂടെ ഏറെ നാളുകൾ കഴിഞ്ഞിട്ടുണ്ട്, അവർ നൽകിയ പുട്ടും മീനും ചോറും ഒക്കെ താൻ കഴിച്ചിട്ടുണ്ട് എന്ന് തിരുവനന്തപുരത്തൂടെ സഞ്ചരിക്കുന്ന വേളയിൽ
തൻ്റെ ശിഷ്യന്മാരായ സ്വാമിമാരോട് അദ്ദേഹം ഇക്കാര്യം തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വഴിയിലൂടെ വരുന്നത് കണ്ടിട്ട് ഒരു മുസ്ലിം സ്ത്രീ ഗുരുവിനെ വളരെ ആദരവോടുകൂടി കണ്ടുകൊണ്ട് ഗൃഹത്തിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി വന്നു. ഗുരു അവരുമായിട്ട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി. എന്നിട്ട് ശിഷ്യന്മാരെ വിളിച്ച് പറഞ്ഞു, ആ പറഞ്ഞ വാചകമാണ് ഞാൻ മുമ്പ് ഉദ്ധരിച്ചത്, നാം മുസ്ലിങ്ങളുടെ കൂടെ ഏറെ നാൾ കഴിഞ്ഞിട്ടുണ്ട് എന്നും ഈ ഉമ്മ നമുക്ക് ധാരാളം ഭക്ഷണം നൽകിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണമെന്നും ഗുരു പറഞ്ഞു വെച്ചു. അപ്പോൾ ആർഷഭാരത സംസ്കാരം എന്താണ്? അത് അടിസ്ഥാനപരമായി മുസ്ലിങ്ങളെയും ദളിതരെയും പിന്നോക്ക ജാതി ജനതയെയും അപരരായി കാണുന്ന ഒരു സംസ്കാരമാണ് ആർഷ സംസ്കാരം എന്ന് പറയുന്നത്. അതിന് എത്രയോ തെളിവ് രൂപങ്ങളുണ്ട്. ഏത് ഗ്രന്ഥം എടുത്ത് നോക്കിയാലും അതിൽ ഈ അവർണ ജനതതി എന്ന് കരുതപ്പെടുന്നവരെ സമ്പൂർണ്ണമായി പുറന്തള്ളുന്ന ഒരു വ്യവസ്ഥാ സംസ്കാരമല്ലേ മനുസ്മൃതിയും ശാങ്കരസ്മൃതിയും ഇതിഹാസ പുരാണ പാഠങ്ങളും ഒക്കെ തന്നെ നിരന്തരം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, മഹാഭാരതത്തിൽ തന്നെ പരീക്ഷത്തിൻ്റെ ഭരണം ഏറ്റവും നല്ല ഭരണമായിട്ട് വാഴ്ത്തപ്പെടുന്നുണ്ട്. അതെങ്ങനെയാണ് നല്ല ഭരണമാകുന്നതെന്ന് തൊട്ടടുത്ത ശ്ലോകത്തിൽ പരീക്ഷത്തിൻ്റെ ഭരണത്തെപ്പറ്റി വിവരിക്കുമ്പോൾ മഹാഭാരതം പറയുന്നുണ്ട്. അവിടെ പറയുന്നത് വർണ്ണാശ്രമ ധർമ്മം അനുസരിച്ചാണ് പരീക്ഷത്ത് ഭരണം നടത്തിയത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭരണം നല്ല ഭരണമാണ്. എന്താണ് വർണ്ണാശ്രമ ധർമ്മം എന്ന് പറഞ്ഞാൽ? വർണ്ണാശ്രമ ധർമ്മം എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണ്യത്തിൻ്റെ മറ്റൊരു പേര് മാത്രമാണ് വർണ്ണാശ്രമ ധർമ്മം. ചാതുർവർണ്ണ്യം ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ മനുഷ്യരെ നാലായിട്ട് തരംതിരിക്കുകയും അതിൽ ബ്രാഹ്മണന് എല്ലാവിധ സുഖഭോഗങ്ങളും അധികാരവും വിഭവങ്ങളും സമ്പൂർണ്ണമായി കൈക്കലാക്കാനുള്ള ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവുകയും ശൂദ്രന്മാർ എക്കാലവും ദ്വിജന്മാരെ പാദസേവ ചെയ്ത് കഴിയുക എന്ന് പറയുന്നൊരു വ്യവസ്ഥാക്രമമാണ് ആർഷഭാരത സംസ്കാരം. അപ്പോൾ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് സമ്പൂർണാർത്ഥത്തിൽ മനുഷ്യരെ അപരവൽക്കരിക്കുന്ന ഒരു സംസ്കാരമാണ്. അപ്പോൾ വർണ്ണാശ്രമ ധർമ്മമെന്നും സനാതന ധർമ്മമെന്നും ഒക്കെ പറയുന്ന ഈ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപരവൽക്കരണത്തിലാണത് സമ്പൂർണ്ണമായിട്ടും നിലകൊള്ളുന്നത്. വാൽമീകി രാമായണത്തിൽ രാമരാജ്യം എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്. ആ രാമരാജ്യം എന്ന് പറയുന്ന സങ്കല്പം വിശദീകരിക്കുമ്പോൾ വാൽമീകി പറയും, അയോധ്യയിൽ ചാതുർവർണ്ണ്യം അനുസരിച്ചാണ് ആളുകൾ ജീവിച്ചിരുന്നത്. വാൽമീകി രാമായണം യുദ്ധകാണ്ഡം അവസാനിക്കുമ്പോഴും രാമൻ പട്ടാഭിഷേകം കഴിഞ്ഞ് രാജ്യം ഭരിക്കുമ്പോൾ ചാതുർവർണ്ണ്യം അനുസരിച്ചാണ് ആ രാമരാജ്യം നിലനിന്നത് എന്നും ആ രാജ്യത്ത് ദസ്യുക്കൾക്ക് യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല എന്നും വാൽമീകി രാമായണം യുദ്ധകാണ്ഡം വിശദീകരിക്കുന്നുണ്ട്. ആരാണ് ഈ ദസ്യുക്കൾ? അത് വേദമുണ്ടായ കാലം മുതൽ തന്നെ ഋഗ്വേദത്തിൽ തന്നെ ദസ്യുക്കൾ ആര്യന്മാരുടെ ശത്രുക്കളാണ് എന്ന് ഋഗ്വേദം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അപ്പം വാൽമീകിയുടെ രാമൻ്റെ രാജ്യത്തിൽ ദസ്യുക്കളില്ല എന്ന് പറഞ്ഞാൽ ദസ്യുക്കളെ പുറന്തള്ളുന്നൊരു വ്യവസ്ഥാക്രമമായി ഈ രാമരാജ്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ രാമരാജ്യമാണ് മഹത്തായ രാജ്യമെന്ന് ഗാന്ധി പറഞ്ഞിരുന്നത്. ഈ ഗാന്ധിയുടെ ഈ രാമരാജ്യത്തെപ്പറ്റി സഹോദരൻ അയ്യപ്പൻ പിന്നീട് പറയുന്നുണ്ട്. കോട്ടയത്ത് തിരുനക്കര മൈതാനത്ത് SNDPയുടെ ഒരു സവിശേഷ യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിൻ്റെ സന്ദർഭത്തിൽ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ കേരളത്തിലേക്ക് വരികയും ഈ സമ്മേളനത്തിൽ ഈഴവരോട് രാമനാമം ജപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. സഹോദരൻ അയ്യപ്പനും ഡോക്ടർ CO കരുണാകരനും അടങ്ങുന്ന ആളുകൾ രാവണാക്കി ജയ് വിളികൾ കൊണ്ടാണ് അതിനെ നേരിട്ടത്. തന്നെയല്ല, പിന്നീട് മാളവ്യ വന്നു എന്ന് പറഞ്ഞൊരു ലേഖനം സഹോദരൻ അയ്യപ്പൻ എഴുതുന്നുണ്ട്. ആ ലേഖനത്തിൽ പറയുന്നു, ജോർജ് രാജ്യത്തിന് പകരം രാമരാജ്യം വന്നാൽ പണ്ഡിറ്റും മറ്റും നാക്കറുക്കലും ഈയമുരുക്കി ഒഴിക്കലും തുടങ്ങുവാൻ മടിക്കയില്ലെന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് മറ്റൊരു പ്രയോജനവും ഇല്ല. അപ്പോൾ രാമരാജ്യം വന്നാൽ എന്താ സംഭവിക്കുക? ഈ പറയുന്ന അവർണറുടെ എല്ലാം നാക്ക് ഛേദിച്ച് കളയും, ചെവിയിൽ ഈയ ഒരുക്കി ഒഴിക്കും. ഇതൊക്കെയാണ് സംഭവം എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് ഇതിന് തെളിവെന്ന് ചോദിക്കും. ഇപ്പോൾ എല്ലാവർക്കും വേദം പഠിക്കാമല്ലോ, ഇപ്പോൾ എല്ലാവർക്കും അമ്പലത്തിൽ പോകാമല്ലോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ചോദ്യം, ഈ ആർഷഭാരത സംസ്കാരം നിലനിൽക്കുന്നിടത്ത് തന്നെയല്ലേ ഇപ്പോഴും ഇന്ത്യയിൽ അയിത്തം നിലനിൽക്കുന്നത്? ഞാൻ നിരന്തരം ഉന്നയിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ ആർഷഭാരത സംസ്കാരം എല്ലാവരെയും തുല്യരായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തുകൊണ്ട് ശബരിമല ക്ഷേത്രത്തിൽ ഇപ്പോഴും ഒരു അബ്രാഹ്മണ മേൽശാന്തി ഉണ്ടാകുന്നില്ല? ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്തുകൊണ്ടൊരു അബ്രാഹ്മണ മേൽശാന്തി ഉണ്ടാകുന്നില്ല? അപ്പം ഇതിൻ്റെ അർത്ഥം വളരെ കൃത്യമാണ്. ആർഷഭാരത സംസ്കാരം എന്ന് പറഞ്ഞാൽ അത് ചാതുർവർണ്ണ്യത്തിൻ്റെ സംസ്കാരമാണ്, അത് ജാതി സംസ്കാരമാണ് എന്നാണ് വളരെ കൃത്യമായിട്ട് തെളിയുന്നത്. അതിൻ്റെ നിരവധി തെളിരൂപങ്ങൾ നമുക്ക് ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഇതിഹാസ പുരാണ പാഠങ്ങളും ധർമ്മശാസ്ത്രങ്ങളും സ്മൃതി ഗ്രന്ഥങ്ങളും ഒക്കെ തന്നെ പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ്. ഗൗതമധർമ്മസൂത്രം, വസിഷ്ഠധർമ്മസൂത്രം, വിഷ്ണുധർമ്മസൂത്രം, ഇതൊക്കെ വസിഷ്ഠൻ, ഗൗതമൻ തുടങ്ങിയ മഹർഷിമാരാണ് എഴുതിയെന്നാണ് പറയുന്നത്. പക്ഷേ ഇവരെഴുതിയ ഈ ധർമ്മസൂത്രങ്ങളിൽ അതിഥി എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ശ്രോത്രിയനായ ഒരു ബ്രാഹ്മണൻ മാത്രമാണ് അതിഥി.
അല്ലാതെ മറ്റാരെയും അതിഥിയായിട്ട് കാണാം. അതിഥി ദേവോ ഭവ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആപ്തവാക്യമായിട്ട് കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക അതെന്തോ വലിയ സംസ്കാരമാണെന്ന്. ഒന്നുമല്ല. അതിഥി എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഹ്മണനെ മാത്രമേ അതിഥിയായി കാണുന്ന സംസ്കാരത്തിൻ്റെ പേരാണ് ആർഷഭാരത സംസ്കാരം. മറ്റാരെയും അത് ഈ ആർഷഭാരത സംസ്കാരം അതിഥിയായി പരിഗണിക്കുന്ന പോലുമില്ല. തന്നെയല്ല, മനുഷ്യർ തമ്മിലുള്ള നാരായണ ഗുരുസ്വാമികൾ പിന്നീട് പറയുന്നുണ്ടല്ലോ, അദ്ദേഹം ഒരു സന്ദേശം തന്നെ നൽകി. സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ പന്തിഭോജനം നടന്നപ്പോൾ ആ പന്തിഭോജനത്തിനെതിരായി ധാരാളം കലാപങ്ങളുണ്ടായി. സഹോദരൻ അയ്യപ്പന് എതിരായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ ചെന്ന് ഗുരുവിനോട് ഈ പന്തിഭോജനത്തിനെതിരായി നടക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചപ്പോൾ സഹോദരൻ അയ്യപ്പന് നാരായണ ഗുരുസ്വാമികൾ ഒരു വാചകം, പ്രമാണ വചനം എഴുതി കൊടുത്തു. അതിങ്ങനെയാണ്: മനുഷ്യരുടെ മതം, വേഷം, ഭാഷ അതെങ്ങനെ ഇരുന്നാലും അന്യോന്യം വിവാഹം ചെയ്യുന്നതിനും പന്തിഭോജനം ചെയ്യുന്നതിനും യാതൊരു ദോഷവുമില്ല. അപ്പോൾ അന്യോന്യം വിവാഹം, പന്തിഭോജനം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മനുഷ്യ സാഹോദര്യത്തിൻ്റെയും മനുഷ്യർക്കിടയിലെ സമത്വത്തിൻ്റെയും മനുഷ്യർക്കിടയിലെ സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രധാനപ്പെട്ട രണ്ട് തെളിവ് രൂപങ്ങളാണ് മനുഷ്യർക്കിടയിലെ സഹഭോജനം, മനുഷ്യർക്കിടയിലെ ഭോജനം. രണ്ട്, ജാതി നോക്കാതെയും മതം നോക്കാതെയും വിവാഹം കഴിക്കുന്ന അവസ്ഥ, അന്യോന്യം വിവാഹം ചെയ്യുക. കാരണം മനുഷ്യരെല്ലാം ഒരു ജാതി ആയതുകൊണ്ട് അന്യോന്യം വിവാഹം ചെയ്യുന്നതിനും പന്തിഭോജനം ചെയ്യുന്നതിനും ഒരു തടസ്സമില്ല. പക്ഷേ എന്താണ് ആർഷഭാരത സംസ്കാരം, ഗൗതമ ധർമ്മസൂത്രവും വസിഷ്ഠ ധർമ്മസൂത്രവും എന്താണ് പറയുന്നത്? ഒരു ബ്രാഹ്മണ സ്ത്രീയെ ഒരു ശൂദ്രൻ പ്രാപിച്ചാൽ ബ്രാഹ്മണ സ്ത്രീയെ അവരെ നഗ്നരാക്കി അവരുടെ ശരീരത്തിൽ നെയ്യും ചേർത്ത് കളിമണ്ണ് തേച്ച് പുരട്ടി അവരെ കഴുതപ്പുറത്ത് നഗരപ്രദക്ഷിണം ചെയ്യണമെന്നാണ് ധർമ്മസൂത്രങ്ങളിൽ എഴുതിയിരിക്കുന്നത്. ഇനി അവർണ പുരുഷനെ എന്ത് ചെയ്യണം? അയാളെ ദർഭ കൊണ്ട് തീ കത്തിച്ച് അതിനകത്ത് തെള്ളിയിട്ട് കൊല്ലണമെന്നാണ് ധർമ്മസൂത്രങ്ങൾ. എത്ര ഭീകരമാണെന്ന് ആലോചിച്ച് നോക്കുക. അതിഭീകരവും അതിഭയാനകവുമായ ഹിംസയാണ് ഈ ധർമ്മസൂത്രങ്ങളിൽ നമ്മൾ കാണുക. ഇത് കേരളത്തിൽ രചിക്കപ്പെട്ട വ്യവഹാരമാലയിൽ നമ്മൾ കാണാം. കേരളത്തിൽ രചിക്കപ്പെട്ട വ്യവഹാരമാലയിൽ പറയുന്നത്, ഒരു സവർണ സ്ത്രീയെ ഒരു അവർണ പുരുഷൻ പ്രാപിച്ചാൽ സവർണ പുരുഷൻ കടുത്ത ശിക്ഷ സവർണ സ്ത്രീക്ക് അവരുടെ യോനി പട്ടിയെ വിട്ട് കടിപ്പിക്കണമെന്നാണ് കേരളത്തിൽ രചിക്കപ്പെട്ട വ്യവഹാരമാലയിൽ എഴുതിയിരിക്കുന്നത്. അവർണ പുരുഷനെ എന്ത് ചെയ്യണം? അയാളെ തല്ലിക്കൊല്ലണം. ഒരു കസേരയിൽ ഇരിക്കാൻ പോലും അനുവാദമില്ല. സഹാസനം അഭിപ്രേപ്സു, ഒരേ കസേരയിൽ രണ്ടുപേരിരുന്നാൽ ഒരു അവർണനും ഒരു സവർണനും ഒരേ പീഠം പങ്കിട്ടാൽ അവർണൻ്റെ പൃഷ്ഠം പകുതി ഛേദിച്ച് കളയണം എന്നാണ് വ്യവഹാരമാല എഴുതിയിട്ടുള്ളത്. ഇതൊന്നും കഴിഞ്ഞുപോയ കാര്യങ്ങളല്ല. ജാതി വ്യവസ്ഥ ഇന്ത്യയെ ഏകീകരിക്കുന്നു എന്നാണ് അടുത്തിടെ പോലും വിധ്വംസക ശക്തികൾ, ജനാധിപത്യ വിരുദ്ധ ശക്തികൾ പറഞ്ഞത്. ജാതി വ്യവസ്ഥ ഇന്ത്യയെ ഏകീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ആർഷഭാരത സംസ്കാരം എന്താണ് ചെയ്യുന്നത്? ആർഷഭാരത സംസ്കാരം മനുഷ്യരെ വിഭജിക്കുന്നു, മനുഷ്യർക്കിടയിലെ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും അന്യമാക്കുന്നു, അവരെ പരസ്പരം പോരടിക്കുന്ന ശത്രുക്കളാക്കി മാറ്റുന്നു. ചുരുക്കം പറഞ്ഞാൽ സമ്പൂർണ്ണമായ ജനാധിപത്യ വിരുദ്ധമായ സംസ്കാരത്തിൻ്റെ പേരാണ് ആർഷഭാരത സംസ്കാരം. ഈ ആർഷഭാരത സംസ്കാരം എങ്ങനെയാണ് ആധുനിക കാലത്ത് വർത്തമാന ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്നതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊരു ഉദാഹരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. ആധുനിക കേരളം മഹാത്മാ അയ്യങ്കാളിയുടെയും നാരായണ ഗുരുസ്വാമികളുടെയും സഹോദരൻ അയ്യപ്പൻ്റെയും ഒക്കെ തന്നെ പോരാട്ടങ്ങൾ കൊണ്ട് സമുജ്ജലമാണ്. പക്ഷേ അങ്ങനെയുള്ളൊരു കേരളത്തിലാണ് ഇപ്പോഴും ശബരിമലയിൽ ഒരു അബ്രാഹ്മണ മേൽശാന്തി പാടില്ല എന്ന് ബ്രാഹ്മണർ പ്രത്യേക ക്ലാസ് ആണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു സബ്മിഷൻ കൊടുത്തിരിക്കുകയാണ്, കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു പാചകക്കാരനാകാൻ പോലും ഒരു ബ്രാഹ്മണൻ വേണം എന്ന് തീട്ടൂരം ഇറക്കുന്നു. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഒരു കീഴ്ശാന്തി ആകണമെങ്കിൽ ബ്രാഹ്മണനായിരിക്കണം, വേറെ ആരും പാടില്ല എന്ന നിയമം തീട്ടൂരം വരുന്നു. അപ്പോൾ ഇതെന്താണ് തെളിയിക്കുന്നത്? വളരെ കൃത്യമായി ആർഷഭാരതത്തിൻ്റെ ഹിംസാത്മകമായ ചാതുർവർണ്ണീയ ധർമ്മക്രമം, വർണ്ണാശ്രമം എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സനാതന ധർമ്മമാണ് ഈ മനുഷ്യർക്കിടയിൽ ഈ വിഭജനം സൃഷ്ടിക്കുന്നത്. തന്നെയല്ല, ഇത് തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയയുടെ വേര് കിടക്കുന്നത് ഈ ആർഷഭാരത വ്യവഹാരത്തിലാണ്. അല്ലാതെ അതൊരു ഗൂഢാലോചനയായിട്ട് പുറത്തുനിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യപ്പെട്ട ഒന്നായിട്ട് മാത്രം അതിനെ കാണാനോ അങ്ങനെ ഒരു വ്യവഹാരം ഊട്ടിയുറപ്പിക്കാനോ പാടില്ല. സ്വാഭാവികമായി ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ അനുസരിച്ച്, ചാതുർവർണ്ണീയ ക്രമം അനുസരിച്ച് മുസ്ലിങ്ങളും പുറന്തള്ളപ്പെട്ടവരാണ്. ബിപിൻ ചന്ദ്രയുടെ പഠനങ്ങളും RS ശർമ്മയുടെ പഠനങ്ങളും ഒക്കെ തന്നെ തെളിയിക്കുന്നുണ്ട്. ബിപിൻ ചന്ദ്ര ഒരിടത്ത് പറയുന്നുണ്ട്, മുസ്ലിങ്ങളെ ഒരു ആധുനിക കാലത്ത് 19-ാം നൂറ്റാണ്ടിൽ പോലും ഒരു സവർണൻ്റെ വീടിനുള്ളിൽ പ്രവേശിപ്പിക്കുക എന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്ന് ബിപിൻ ചന്ദ്ര എഴുതിയിട്ടുണ്ട്.
അപ്പോൾ ഇതെവിടുന്ന് വന്നോ? ഈ ഒരു പുറന്തള്ളൽ രൂപം, പുറന്തള്ളൽ ഹിംസ എവിടുന്ന് വന്നു വെച്ചത് ആർഷഭാരത പാരമ്പര്യത്തിൽ നിന്നാണ്. കാരണം 1-2 ഉദാഹരണങ്ങൾ പറയാം. മധ്യകാലത്ത് എഴുതപ്പെട്ട പൃഥ്വിരാജ വിജയം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, പൃഥ്വിരാജ വിജയം. ആ പൃഥ്വിരാജ വിജയത്തിൽ പറയുന്നത് പൃഥ്വിരാജൻ രാമൻ്റെ അവതാരമാണ്. അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്? മുസ്ലിങ്ങളെ നശിപ്പിക്കുക. ഗംഗാദേവിയുടെ മധുരാ വിജയം എന്ന് പറഞ്ഞ മറ്റൊരു സംസ്കൃത കാവ്യം. ആ സംസ്കൃത കാവ്യത്തിൽ മുസ്ലിങ്ങൾ പക്ഷികളാണെന്നും പക്ഷികളെപ്പോലെ സംസാരിക്കുന്നവരാണെന്നും അവർ കടന്നു വന്നപ്പോഴേക്കും ഗോദാവരി നദി രക്തപങ്കിലമായി എന്നും ഒക്കെ പറയുന്നു. കേരളത്തിലേക്ക് വന്നാലോ? കേരളത്തിലേക്ക് വന്നാൽ കേരളവാണിനി എന്ന് വിഖ്യാതനായ AR രാജരാജവർമ്മയുടെ ആംഗല സാമ്രാജ്യത്തിൽ പറയുന്നത് മുസ്ലിങ്ങൾ കേരളത്തിലേക്ക് വന്നപ്പോൾ കേരള ഭൂമി അശുദ്ധമായി എന്നാണ് കേരളവാണിനി എന്ന് പറയപ്പെടുന്ന AR രാജരാജവർമ്മ എഴുതിയത്. അതിൽ ടിപ്പുവിനെ രാവണനായും ബ്രിട്ടീഷുകാരെ രാമനായുമാണ് AR രാജരാജവർമ്മ ആംഗല സാമ്രാജ്യത്തിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ വ്യവസ്ഥയ്ക്ക് ഇപ്പോഴും മാറ്റമില്ല. ഇപ്പോഴും മുസ്ലിങ്ങളെ ശത്രുക്കളായി കാണുന്ന ഒരു വ്യവസ്ഥാക്രമം ആധുനിക കേരളത്തിൽ, വർത്തമാന കേരളത്തിൽ പോലും വളരെ ശക്തമാണ്. അതുകൊണ്ടാണ് കളമശ്ശേരിയിൽ ഒരു സ്ഫോടനം ഉണ്ടായപ്പോൾ മുസ്ലിങ്ങളാരും പ്രതികളാകരുത് എന്ന് പുരോഗമന കേരളം പ്രാർത്ഥിച്ചതിന് കാരണം എന്താണ്? മുസ്ലിങ്ങൾക്കെതിരായ ഒരു ശക്തമായൊരു ഫോബിയ, ഒരു മുസ്ലിം പേടി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, കേരളത്തിൽ ധാരാളം എയ്ഡഡ് മാനേജ്മെൻറ്റ് കോളേജുകളുണ്ട്. ഈ എയ്ഡഡ് കോളേജുകളിൽ എത്ര ദളിതരും പിന്നോക്ക ജാതിക്കാരും അത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. വട്ടപൂജ്യമാണ് അവരുടെ പ്രാന്ത്യം. കേരളത്തിലെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോളേജുകളുണ്ട്, സ്കൂളുകളുണ്ട്. അവിടെയൊക്കെ ഈ അവർണ സമുദായത്തിൻ്റെ പ്രാന്ത്യം എത്രയാണ്? വട്ടപൂജ്യമാണെന്ന് പറഞ്ഞാൽ അത്ഭുതത്തിന് അവകാശമില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇത് ആധുനിക കാലത്തും വർത്തമാനകാല കേരളത്തിൻ്റെ സാമൂഹ്യ ബോധത്തെയും സാംസ്കാരിക ബോധ്യത്തെയും രാഷ്ട്രീയ ചിന്താഗതികളെയും ഈ ആർഷഭാരതത്തിൻ്റെ സംസ്കാരം നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ഇത്രയധികം ഡാറ്റ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോഴും വർത്തമാനകാല കേരളത്തിൽ മഹാഭാരതവും രാമായണവും വലിയ പുരോഗമന ഗ്രന്ഥങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഈ ഗ്രന്ഥങ്ങൾ നമ്മൾ സമ്പൂർണ്ണമായി തുറന്നു വെക്കുമ്പോൾ അത് ചാതുർവർണ്ണത്തെയും വർണ്ണാശ്രമ ധർമ്മത്തെയും ന്യായീകരിക്കുന്നവയാണ് എന്ന് സുസ്പഷ്ടമാണ്. ഡോക്ടർ BR അംബേദ്കർ തന്നെ പറയുന്നുണ്ടല്ലോ, ഏതൊരു യുക്തിയെ നിഷേധിക്കുന്ന, ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്നാണ് ഡോക്ടർ BR അംബേദ്കർ എഴുതിയത്. എന്തായാലും അനഹിലേഷൻ ഓഫ് കാസ്റ്റ് ഇത്തരം പണ്ഡിതന്മാർ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരേ സമയത്ത് അംബേദ്കറെ വായിക്കുകയും അംബേദ്കറെ വിപ്ലവകാരിയായിട്ട് അവതരിപ്പിക്കുകയും അതേ നാവ് കൊണ്ട് തന്നെ രാമായണവും മഹാഭാരതവും വിപ്ലവ ടെസ്റ്റുകളാണെന്ന് പറയുകയും ചെയ്യുക. ഇതൊരു അനീതിയാണെന്ന് സ്വയം തോന്നുന്നില്ല എന്നുള്ളതാണ് പുരോഗമന കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പം മലയാളിയുടെ ജാതി ജീവിതത്തിൽ, മലയാളിയുടെ സാംസ്കാരിക ബോധ്യങ്ങളിൽ, മലയാളിയുടെ രാഷ്ട്രീയ ചിന്തകളിൽ ഈ ആർഷഭാരത സംസ്കാരം വളരെ ആഴത്തിൽ പിടിമുറുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും. അവിടെയൊക്കെ തന്നെ അധീശത്വം സ്ഥാപിച്ചിരിക്കുന്നത് സവർണ വൃന്ദങ്ങളാണ്. മറ്റാരെ അടുപ്പിക്കുക പോലുമില്ല, മറ്റാർക്കും ഒരു പ്രാതിനിധ്യം കൊടുക്കുകയില്ല. അപ്പം പ്രാതിനിധ്യ ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ ആർഷഭാരത ക്രമം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ വിശ്വാസ പാരമ്പര്യങ്ങൾ നമ്മളെ ഹിംസാത്മകമായി പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പിടിമുറുക്കിയിരിക്കുന്നത് കൊണ്ടാണ് ഇന്നിപ്പോൾ ശോഭായാത്രകൾ എല്ലാവർക്കും അണിചേരുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. കുറച്ചു മുമ്പാണെങ്കിൽ യുവർ ശ്രീകൃഷ്ണവാസ റെഗുലർ മർഡർ എന്ന് പറയുന്ന ഒരു സഹോദരൻ അയ്യപ്പൻ നമുക്കുണ്ടായിരുന്നു. ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം എന്ന് സാക്ഷാൽ നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ആർഷഭാരതം എങ്ങനെയാണ് ആധുനിക കാലത്തെ പിടിമുറുക്കിയത്? ശോഭായാത്ര സ്വാഭാവികമായ ഒരു പരിണതിയായി മാറുകയും എല്ലാവരും പങ്കുകൊള്ളേണ്ട ഒന്നാണെന്നും പുരോഗമന പ്രസ്ഥാനങ്ങൾ പോലും ശോഭായാത്ര നടത്തുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് കാര്യങ്ങളെത്തി. അപ്പോൾ ജനാധിപത്യത്തിന് മുകളിലാണ് ആർഷഭാരതം എന്നുള്ള ചിന്താഗതിയിലേക്കാണ് പുരോഗമന പ്രസ്ഥാനങ്ങളും കേരളത്തിലെ മലയാളി സമൂഹവും ആകപ്പാടെ എത്തപ്പെട്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ നിരന്തരമുള്ള ഓരോ സൂക്ഷ്മ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ മതി. ഓരോ സൂക്ഷ്മ കാര്യങ്ങളും മുസ്ലിങ്ങളുടെ ഏതെങ്കിലും സാംസ്കാരിക പരിപാടികളോട് കടുത്ത അസഹിഷ്ണുത ഉണ്ടായിരിക്കും. ഹൈന്ദവം എന്ന് പറയപ്പെടുന്ന, ബ്രാഹ്മണികമെന്ന് വ്യവഹരിക്കപ്പെടുന്ന എല്ലാം സെക്കുലറായി എന്ന് മാറിക്കഴിഞ്ഞു. അതെല്ലാം സെക്കുലറാണ്. അതൊക്കെ സാംശീകരിക്കപ്പെടേണ്ടതാണ്. അപ്പം ബ്രാഹ്മണികമായ സംസ്കാരങ്ങൾക്കും ബ്രാഹ്മണികമായ അനുഷ്ഠാനങ്ങൾക്കും വ്യവഹാരങ്ങൾക്കും കലാരൂപങ്ങൾക്കും ഒരു മതേതര ബിംബം, മതേതര ഉടയാട കേരള സമൂഹം നൽകിയിട്ടുണ്ട്.
അല്ലാത്തതെല്ലാം എന്താണ്? പുറന്തള്ളപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് ദളിത ജനവിഭാഗങ്ങളുടെ കലകളൊക്കെ നാടൻ കലകളായി മാറിയത്. കഥകളിയും കൂത്തും കൂടിയാട്ടവും എല്ലാം എന്തായി മാറി? അതൊക്കെ ക്ലാസിക് കലകളായി മാറി. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇനി സിനിമയിലേക്ക് വന്നാലോ? സിനിമയും ആധുനിക കാലത്ത് ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആർഷഭാരത സംസ്കാരത്തെ ഉറപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിലുണ്ടായ ആദിശങ്കരാചാര്യ എന്ന് പറയുന്ന സിനിമ, ആ സിനിമ ഉണ്ടാകുന്നൊരു സാംസ്കാരിക രാഷ്ട്രീയം നമ്മൾ വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. അത് ശങ്കരാചാര്യ കേരളത്തിൽ പിറന്ന ഒരാളാണെന്നും അദ്ദേഹത്തിൻ്റെ വേദാന്ത ബ്രാഹ്മണ്യം ഉറപ്പിക്കുന്ന രീതിയിലേക്ക് ആ സിനിമ പരിണമിച്ചു എന്നുള്ളതാണ്. പിന്നീട് വരുന്ന സിനിമകളൊക്കെ, കേരളത്തിലുണ്ടാകുന്ന സിനിമകളുടെ ഒരു രാഷ്ട്രീയം പരിശോധിച്ചാൽ അറിയാം, ആ സിനിമകളൊക്കെ തന്നെ ഈ ശൂദ്രബ്രാഹ്മണ മേധാവിത്വത്തെ ഉറപ്പിക്കുന്ന ഒന്നായിരുന്നു. അപ്പോൾ സിനിമകളിലൂടെയും ഈ ബ്രാഹ്മണ മേധാവിത്വം, ആര്യൻ എന്ന് പറയുന്ന സിനിമ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൃഷ്ടാന്തമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അത് അടിസ്ഥാനപരമായി ആര്യൻ ബ്രാഹ്മണ മേധാവിത്വത്തെ ഉറപ്പിക്കുന്നതാണ്. സംവരണം എന്ന് പറയുന്ന പ്രാന്ത ജനാധിപത്യത്തോടുള്ള വിരോധം അതിൽ അന്തർലീനമാണ്. ദളിതരോടുള്ള വിരോധം, മുസ്ലിങ്ങളോടുള്ള വിരോധം, ഇതെല്ലാം തന്നെ ഇത്തരം സിനിമകളുടെ ഒരു പരിച്ഛേദമാണ്, അതിൻ്റെ ഒരു പ്രതലമാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ആർഷഭാരതം എന്ന് പറഞ്ഞത് കഴിഞ്ഞു പോയൊരു കാലമല്ല. നമ്മുടെ കലകളിൽ, നമ്മുടെ സാംസ്കാരിക ബോധ്യങ്ങളിൽ, നമ്മുടെ രാഷ്ട്രീയ ചിന്താ പദ്ധതികളിൽ, നമ്മുടെ സൂക്ഷ്മമായ ജീവിതാഖ്യാനങ്ങളിലൊക്കെ തന്നെ ഈ ആർഷഭാരത സംസ്കാരം പിടിമുറുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സഹോദരനയവൻ പറഞ്ഞത്, ആർഷത്തിൻ ചവിട്ടേറ്റ് ഞെരിഞ്ഞുള്ള ജനാവലി. ഈ ആർഷഭാരതത്തിൻ്റെ ചവിട്ടേറ്റ് ഞെരിയുന്ന ഈ ജനാവലി, ആ ചവിട്ടിൽ നിന്നും പുറത്തു കടന്നാൽ മാത്രമേ ഒരു ജനാധിപത്യപരമായ സമൂഹം നിർമ്മിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ ആർഷഭാരതം എന്ന് പറയുന്ന ഈ സംസ്കാരത്തെ, അതിൻ്റെ വ്യവഹാര രൂപങ്ങളെ വിമർശനാത്മകമായി പരിശോധിച്ചുകൊണ്ട്, ചരിത്രപരമായി അഴിച്ചു വെച്ചുകൊണ്ട്, ജനങ്ങൾക്ക് മുമ്പിൽ തുറന്ന സംവാദത്തിന് പ്രേരിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യയ്ക്ക് ഒരു സാഹോദര്യ ജനാധിപത്യത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ.